السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بكلمات التامات من كل شيطان وهامة ومن كل عين لامة. بسم الله خير الأسماء في الأرض والسماء وهو السميع العليم. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وسلم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا. صدق الله العلي العظيم. إله للفردوس أهلا ولا أقوى على نار الجحيم. فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. توسلنا ببسم الله وبالهادي رسول الله لمجاهد لله واهل البدر يا الله صلاة الله سلام الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. إلهي نفس الكربا عن العصين والعطبا وكل بلية ووباء بأهل البدر يا الله صلاة. صلوا وسلموا على الحبيب محمد. اللهم صل وسلم وبارك عليه. ഏറെ ആദരണീയരായ ഉസ്താദുമാർ, വളരെ ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മജ്ലിസുന്നൂർ എന്ന ആത്മീയ സദസ്സിൽ മഹത്തുക്കളായ അസ്ഹാബുൽ ബദറിനെ അനുസ്മരിച്ച് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് പ്രാർത്ഥനക്ക് കാത്തിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ആത്മീയമായ മജ്ലിസിൽ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഫദക്കിർ ഇൻ നഫഅതി ദിക്റ, ഓർമ്മപ്പെടുത്തണം, ഓർമ്മപ്പെടുത്തൽ ഉപകാരപ്പെട്ടേക്കും എന്ന നിർദ്ദേശമനുസരിച്ച് ഒരൽപ്പനേരം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനു വേണ്ടി നസീഹത്ത് പറയാനാണ് ഞാൻ എഴുന്നേറ്റ് നിന്നത്. പറയുന്ന എനിക്കും കേൾക്കുന്ന ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടുത്താനുള്ള തൗഫീഖ് റബ്ബ് തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. അല്ലാഹുവേ, ഉപകാരമില്ലാതെയായി പോകുന്ന അറിവിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു.
വമിൻ ലാ യഖ്ശ, അല്ലാഹുവേ നിന്നെക്കുറിച്ച് ഒരു നിലക്കുമുള്ള ഭയഭക്തിയുമില്ലാത്ത ഹൃദയത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെയായി പോകുന്ന പ്രാർത്ഥനയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എത്ര കിട്ടിയാലും മതിയാകാതെ വയറ് നിറയാത്തവണ്ണം വീണ്ടും വീണ്ടും ആർത്തിയോടെ തേടിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൻ്റെ അലയിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നതെല്ലാം ഉപകാരപ്പെടണമെന്ന ചിന്തയോടെയാണ് ഇത്തരം മജ്‌ലിസുകളിൽ നമ്മൾ ഇരിക്കേണ്ടത്. അല്ലാഹു നമ്മയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായൊരു മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തിൽ നാം മരിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ മഹാമയാണ്. അദ്ദേഹവും പരിശുദ്ധ ഖുർആൻ ആ മഹാമനുഷ്യനെ പരിചയപ്പെടുത്തിയത് മുസ്ലിമീങ്ങളുടെ ആത്മപിതാവാണ് എന്നാണ്. ആ കുടുംബം നമുക്ക് നൽകിയിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അചഞ്ചലമായി എത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും നമ്മളുടെ പ്രതീക്ഷകളുടെ അപ്പുറത്ത്, നമ്മളുടെ ആഗ്രഹങ്ങളുടെ അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ തീരുമാനം. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുവാനും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് കീഴ്പ്പെടാനും അങ്ങനെയൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാനുമാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമും അവിടുത്തെ കുടുംബവും നമ്മെ പഠിപ്പിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ നടന്നൊരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 7 ആകാശം കയറിപ്പോയി, 7ാമത്തെ ആകാശം കടന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഅബയുടെ നേർമുകളിലുള്ള 7 ആകാശത്തിൻ്റെ അപ്പുറത്തുള്ളൊരു ഭവനമുണ്ട്. ആ ഭവനമാണ് ബൈത്തുൽ മഅമൂർ. പരിശുദ്ധമായ കഅബയുടെ നേർമുകളിലാണ്. ബൈത്തുൽ മഅമൂറിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ദിവസം 70,000 മലക്കുകൾ തവാഫ് ചെയ്യാൻ വേണ്ടി ബൈത്തുൽ മഅമൂറിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഒരു പ്രാവശ്യം തവാഫ് ചെയ്യുന്ന മലക്കുകൾ പിന്നീടൊരിക്കലും തവാൻ വേണ്ടി അവിടെ വരില്ല. അഥവാ എന്നാണോ അതിൻ്റെ നിർമ്മാണം ഉണ്ടായത് അതുമുതൽ ഖിയാമത്ത് നാൾ വരെ ഓരോ ദിവസവും പുതിയ പുതിയ മലക്കുകൾ 70,000 വീതം ബൈത്തുൽ മഅമൂറിനെ തവാഫ് ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നത്. ആ ബൈത്തുൽ മഅമൂറിലേക്ക് സ്വർണത്തിന്റെ കസേരയിൽ ചാരിയിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിന് ആളെ അങ്ങോട്ടും മനസ്സിലായില്ല. ആ ഇരിക്കുന്ന ആൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ വന്നിരിക്കുന്ന ധാരാണ് എന്ന് ഇങ്ങോട്ടും മനസ്സിലായില്ല. രണ്ടുപേർക്കും അറിയാവുന്ന ഒരാൾ അവിടെയുള്ളത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സ്വർണത്തിന്റെ കസേരയിൽ ചാരിയിരിക്കുന്ന മനുഷ്യൻ അതാരാ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ, ആരാണ് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്? എൻ്റെ കൂടെ വന്നിട്ടുള്ളത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, അങ്ങയുടെ പേരക്കുട്ടിയാണ്. വഖദ് ഉർസില ഇലൈഹി, അദ്ദേഹത്തിന് റിസാലത്ത് ലഭിച്ചുവോ?
നിയോഗം, ലക്ഷ്യം അദ്ദേഹത്തിന് പൂർത്തീകരിക്കാനുള്ള അവസരം വന്നണഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ റിസാലത്ത് അദ്ദേഹത്തിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, അതെ, അള്ളാഹുവിന്റെ റസൂലായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആരാണ് ചാരിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു, ജിബ്രീൽ അലൈഹിസ്സലാം, അത് അങ്ങയുടെ ഉപ്പാപ്പയാണ്, സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് പ്രവാചകന്മാരുടെ പിതാവാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെ അള്ളാഹുവിന്റെ റസൂലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിലുള്ള സംഭാഷണമാണ് പിന്നെ അവിടെ നടന്നത്. ആ സംഭാഷണത്തിൽ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുന്നുണ്ട്, യാ മുഹമ്മദ്, യോ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്രി ഉമ്മതകസ്സലാം, അങ്ങയുടെ ഉമ്മത്തിനോട് എൻ്റെ അസ്സലാമു അലൈക്കും പറയണമേ. വഅഖ്ബിറുഹും, അങ്ങയുടെ ഉമ്മത്തിനോട് ഒരു കാര്യം അറിയിച്ചു കൊടുക്കണമേ. അന്നൽ ജന്ന, തീർച്ചയായും സ്വർഗമെന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സംവിധാനിച്ചു തന്നിട്ടുള്ള മനോഹരമായ സ്വർഗം. ആ സ്വർഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്വർഗത്തിന്റെ പ്രത്യേകത നല്ല ഫലഭൂയിഷ്ടിയുള്ള മണ്ണാണ്. ത്വയ്യിബുത് തുർബ, സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്. നല്ല മണ്ണല്ല. അദ്ബുൻ മാഉഹാ, ആ സ്വർഗത്തിന്റെ വെള്ളമെന്നത് അദ്ബുൻ, തെളിനീരുറവയാണ്. സ്വർഗ്ഗത്തിലുള്ളത് തെളിനീരാണ്. അതുകൊണ്ട് നല്ല മണ്ണ് സ്വർഗത്തിലുണ്ട്, നല്ല തെളിമയുള്ള വെള്ളവും സ്വർഗത്തിലുണ്ട്. അതുകൊണ്ട് ഫഅക്സിറൂ മിൻ ഗിറാസിഹാ, ആസ്തിൽ കൃഷി ഇറക്കാൻ നബിയേ അങ്ങയുടെ ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കണമേ. സ്വർഗത്തിലെത്തിയിട്ടല്ല കൃഷി ചെയ്യേണ്ടത്. സ്വർഗത്തിലെ മണ്ണ് നല്ല മണ്ണാണ്, സ്വർഗത്തിലെ വെള്ളം നല്ല വെള്ളമാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ കൃഷി ഇറക്കേണ്ടത് സ്വർഗത്തിലെത്തിയിട്ടല്ല, സ്വർഗത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് കൃഷി ചെയ്യണം. ഫഅക്സിറൂ മിൻ ഗിറാസിഹാ, ആ സ്വർഗത്തിൽ നല്ല കത്താൻ നിങ്ങളുടെ ഉമ്മത്തിനോട് പറയണേ മുത്തുനബിയെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാഭാവികമായും ചോദിച്ചു പോകും, വമാ ഗിറാസുഹാ, എങ്കിൽ പറഞ്ഞു തരൂ, എന്താണ് സ്വർഗത്തിന്റെ കൃഷി എന്തെന്ന് പറഞ്ഞു തരൂ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വർഗ്ഗ കൃഷി. അതേതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇന്ന് നമ്മൾ ഓതിയ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, സൂറത്തുൽ കഹ്ഫിന്റെ മർമ്മമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൗതിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനുഷ്യനെ പഠിപ്പിക്കുന്ന ഭാഗമാണത്. ഓതിയപ്പോൾ ഓർക്കുന്നുണ്ടാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്രിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർള് ഫഅസ്ബഹ ഹശീമാ തദ്റൂഹു റിയാഹ് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖ്തദിറാ.
എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നതുകൊണ്ട് ആയത്തുകളൊക്കെ നമുക്ക് ഹൃദ്യസ്ഥമാകണമെന്നാണ്. കാരണം അൽ കഹ്ഫിന്റെ പ്രത്യേകത മഹാന്മാരൊക്കെ പറയുന്നത് മിനിമം 3 തവണയെങ്കിലും അൽ കഹ്ഫ് പാരായണം ചെയ്യണമെന്നാണ്. 300 തവണയെങ്കിലും സ്വലാത്ത് ചൊല്ലണമെന്നാണ്. അതാണ് വെള്ളിയാഴ്ചയുടെ പ്രത്യേകത. ആരംഭത്തിന്റെ ഹദീസ് അങ്ങനെയല്ലേ? ഒരാൾ അൽ കഹ്ഫ് പാരായണം ചെയ്താൽ 2 വെള്ളിയാഴ്ചക്കിടയിൽ അള്ളാഹു അവന് 100 കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രകാശം അവന്റെ ജീവിതത്തിൽ, വെളിച്ചമായിരിക്കും അവന്റെ ജീവിതത്തിൽ. രണ്ടാമത്തെ കാര്യം, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസം ഫഅക്സിറു, നിങ്ങൾ ആ വെള്ളിയാഴ്ച ദിവസം എൻ സ്വലാത്തിനെ അധികരിപ്പിക്കണമേ. എന്നത് സംഭവിക്കണമെങ്കിൽ ഈ ഹദീസിനെ വിശദീകരിച്ച് മഹാന്മാര് പറയുന്നുണ്ട്, സ്വലാത്തിനെ അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം 300 സ്വലാത്തെങ്കിലും ചെല്ലണമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 300 സ്വലാത്ത് ചൊല്ലാൻ അരമണിക്കൂർ ധാരാളമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വെള്ളിയാഴ്ച ഇബാദത്തിന്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ഇബാദത്തിന്റെ ദിവസമാണ്. ആ വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം പഠിപ്പിച്ചു തരുന്നുണ്ട്. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ, നബിയേ അങ്ങ് ജനങ്ങൾക്ക് ഉപമാലങ്കാരം പറഞ്ഞു കൊടുക്കണമേ, ഉപമ പഠിപ്പിച്ചു കൊടുക്കണമേ, ഉദാഹരണം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കണമേ. എന്തിന്റെ ഉദാഹരണം? മസലുൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ലോകത്തെ ജീവിതത്തിന്റെ ഉപമ. ഈ മെറ്റീരിയൽ വേൾഡ്, നമ്മളാ ലോകത്താണ് ഇപ്പോ ഉള്ളത്. ഭൗതിക ലോകത്താണ്. ഭൗതിക ലോകത്താണ് നമ്മളുള്ളത്. ഊണും ഉറക്കവും കച്ചവടവും നമ്മളുടെ വർത്തമാനവും നമ്മളുടെ കുടുംബജീവിതവും നമ്മളുടെ ചലന നിശ്ചലനങ്ങളും എല്ലാം അനക്കം അടക്കം എല്ലാം ഉള്ളത് ഈ ഭൗതിക ലോകത്താണ്. എന്നാൽ ഭൗതിക ലോകത്തിന്റെ ഉദാഹരണം പറയണമേ. കമാഇൻ അൻസൽനാഹു മിനസ്സമാ ഫഖ്തലത ബിഹി നബാതുൽ അർള്, ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴവെള്ളം ഭൂമിയോട് ചേർന്ന് നിന്ന് ഭൂമിയിൽ സസ്യലതാദികൾ തഴച്ചു വളർന്ന് പച്ച പിടിച്ചിരിക്കുന്ന സസ്യലതാദികൾ കുറച്ചു കഴിഞ്ഞാൽ വെയിലേറ്റ് വാടി കരിഞ്ഞുണങ്ങി നിലത്ത് വീണ് തങ്ങി നുരുമ്പി കാറ്റത്ത് പാറിപ്പോകുന്നതുപോലെയാണ് ഭൗതിക ജീവിതം. ഒരൊറ്റ ആയത്തിന്റെ ചെറു കഷ്ണത്തിൽ അള്ളാഹു മെറ്റീരിയൽ വേൾഡിന്റെ ഉദാഹരണം, അതിന്റെ റിയാലിറ്റി കൃത്യമായ ഉദാഹരണത്തിലാണ് അള്ളാഹു പറഞ്ഞത്. ആകാശത്ത് നിന്ന് മഴവെള്ളം മണ്ണോട് ചേർന്ന് മണ്ണിൽ ചെടികൾ സസ്യലതാദികൾ തഴച്ച് വളർന്ന് ആ പച്ചപ്പ് പിറ്റേ വന്ന വെയിലേറ്റ് വാടിത്തളർന്ന് മഞ്ഞ നിറമായി നിലത്ത് വീണ് നുരുമ്പി കാറ്റത്തു പാറിപ്പോകുന്നു. ഫഅസ്ബഹ ഹശീമൻ ഹശീമൻ തദുറുഹു റിയാഹ്. ഫഅസ്ബഹ ഹശീമൻ തദുറുഹു റിയാഹ്. എത്ര പെട്ടെന്നാണ് പച്ച പിടിച്ച സസ്യലതാദികൾ കരിഞ്ഞുണങ്ങി കാറ്റത്ത് പാറിപ്പോയി. ഇതുപോലെയാണ് ഭൗതിക ജീവിതം. ഒരു കൊച്ചു കുഞ്ഞിന്റെ പ്രസവത്തിൽ ആ കുഞ്ഞ് കടന്നു വരുന്നതുപോലെയാണ് ഓരോ ദിവസത്തിന്റെ പ്രഭാതവും കടന്നു വരുന്നത്. സുബ്ഹ് ഒരു കുഞ്ഞിന്റെ ജനനമാണ്. ളുഹർ യുവത്വം കഴിഞ്ഞിട്ട് മധ്യവയസ്കതയിലേക്കുള്ളൊരു മനുഷ്യന്റെ വിധമാണ്. അസർ ഒരു മനുഷ്യന്റെ വാർദ്ധക്യമാണ്. മഗ്രിബ് ഒരു മനുഷ്യന്റെ മരണമാണ്. ഇശാ ആ മനുഷ്യന്റെ സ്മരണകൾ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു പോവലാണ്. ഒരു ദിവസത്തിലെല്ലാം തീർന്നു. കാരണം ഇരുട്ടിന്റെ ഗർഭത്തിൽ നിന്നാണ് പ്രഭാതം പൊട്ടിവിടർന്നത്. പിന്നെ ഇങ്ങനെ കുട്ടിക്കാലം, ശൈശവകാലം, കൗമാരക്കാലം, യൗവനം, അത് കഴിഞ്ഞ് ഒരു മനുഷ്യന്റെ നട്ടുച്ചയിലേക്കും യൗവനയുക്തകാലം, പിന്നെ അങ്ങിങ്ങായി
വെളുത്ത മുടികൾ പ്രത്യക്ഷപ്പെടും, ഷുഗർ വരും, കൊളസ്ട്രോളുകൾ കടന്നുവരും. അവൻ മധ്യവയസ്കതയിലേക്ക് 40-ാം വയസ്സിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പോഴാണ് ളുഹർ എന്ന നിസ്കാരം നടക്കുന്നത്. എപ്പോഴാണ് ളുഹർ വരുന്നത്? സൂര്യൻ അതിന്റെ ഉച്ചസ്ഥായിൽ നിന്ന് തെറ്റുമ്പോഴാണ് ളുഹർ സംഭവിക്കുന്നത്. സവാലിലാണ് ളുഹർ. നട്ടുച്ചയിൽ നിന്ന് തെറ്റുമ്പോഴാണ് ളുഹർ സംഭവിക്കുന്നത്. പിന്നെ അസർ 60-ാമത്തെ വയസ്സാണ്. 60-ാമത്തെ വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ജരാനരകൾ ബാധിച്ച് മനുഷ്യൻ അവന്റെ വാർദ്ധക്യത്തിന്റെ അങ്ങേറ്റത്തിലേക്ക് പോയി മരണത്തിന്റെ പടി അവൻ കണ്ടുമുട്ടുന്ന ദിവസത്തിലേക്കാണ്. അസർ കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം മഗ്രിബാണ്. മഗ്രിബ് കാരണം മഗ്രിബിന്റെ ശേഷം ഇരുട്ടാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖബറിന്റെ ഇരുട്ടാണ്. അല്ലാഹു ഈ മജ്ലിസുന്നൂർ ഖബറിൽ വെളിച്ചമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ ആകെ നിസ്കരിക്കാനുള്ളത് ഇശാ ആണ്. എന്താണ് ഇശാ? അന്നത്തെ പകലിൽ ഉദിച്ചു വന്ന സൂര്യന്റെ ചെറിയ പ്രകാശരേണുക്കൾ ചുവപ്പ് ആ ചക്രവാളത്തിൽ നിൽക്കുമ്പോ ആ ചക്രവാളത്തിൽ നിന്ന് രേണുക്കൾ അസ്തമിക്കുമ്പോഴാണ് ഇശാ വരുന്നത്. ജീവിച്ച നമ്മളുടെ ഓർമ്മകളിൽ കുറച്ചു കാലം 7 നടത്തും, 14 നടത്തും, 40 നടത്തും, കൂടിപ്പോയ 1-ാമത്തെ ആണ്ട് നടത്തും. പിന്നെ പയ്യെ 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 നമ്മൾ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും. വളിരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ കമാ അൻസൽനാഹു മിനസ് സമാ ഫഖ്തലത ബിഹി നബാതുൽ അർള് ഫഅസ്ബഹ ഹശീമാ തദുറൂഹു الرياح وكان الله على كل شيء مقتدرا. തൊട്ടടുത്ത ആയത്ത് അൽമാൽ വൽബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽബാഖിയാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബാ വഖൈറുൻ അമലാ. ഭൗതിക ലോകത്തിന്റെ യാഥാർത്ഥ്യം ഉപമയായി പഠിപ്പിച്ച് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹ് പറഞ്ഞു തന്നത് ഭൗതിക ലോകത്തെ മനുഷ്യന്റെ അധ്വാനത്തിന്റെ 2 ചിത്രങ്ങളാണ്. എന്താണ് മനുഷ്യന്റെ അധ്വാനത്തിന്റെ 2 വശങ്ങൾ? ഒന്ന് അൽമാൽ, മനുഷ്യന്റെ സമ്പത്ത്. 2 വൽബനൂൻ, മനുഷ്യന്റെ സന്താനങ്ങള്. സമ്പത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ്. അലങ്കാരത്തിനൊരു പ്രശ്നമുണ്ട്. ഇന്നത്തെ അലങ്കാരം നാളെ അലങ്കാരം ആയിക്കൊള്ളണമെന്നില്ല. അതാണ് പ്രശ്നം, അല്ലേ? നമ്മളെ വീട്ടില് പിന്നെ ചവിട്ടിൽ പടിയിൽ ഇങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോ അവിടെ ഉണ്ട് ഒരു തുണി. അപ്പൊ പെണ്ണുങ്ങൾ പറഞ്ഞു അതിൽ പിന്നെ കാലിൽ പറ്റിയ മണ്ണും ചളിയൊക്കെ ആ വസ്ത്രത്തിൽ നിങ്ങൾ തുടച്ചിട്ടുണ്ട്, കേറിക്കോളി. വസ്ത്രം ഏതാ നോക്കുമ്പോ 4 കൊല്ലം മുമ്പ് ഒരു കല്യാണത്തിനെടുത്ത വസ്ത്രമാണത്. 4 കൊല്ലം മുമ്പ് ഒരു കല്യാണത്തിനെടുത്ത വസ്ത്രം അന്ന് അലങ്കാരമായിരുന്നു, ഇന്നത് ചവിട്ട് പഠിക്കേണ്ട. അൽമാൽ വൽബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹു നമുക്ക് ഈ അലങ്കാരങ്ങളൊക്കെ എപ്പോഴും അലങ്കാരമാക്കി തരട്ടെ. അതിനെന്തു വേണം? അതിന് വേണ്ടത് ഖുർആൻ പഠിപ്പിച്ചു. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത്. അല്ലേ? എത്ര കാശ് കൊടുത്ത മൊബൈൽ ഫോണുകളാണ് അവിടെ ഇങ്ങനെ ഡംബായി കിടക്കുന്നത്. എത്ര ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിക്കൂട്ടിയ അലങ്കാര കാറുകളാണ് സ്ക്രാപ്പിൽ കിടക്കുന്നത്. എത്ര അലങ്കാരമായി കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ വീടുകളാണ് പൊളിച്ചടക്കുന്ന ആളുകൾ പൊളിച്ചു കൊണ്ടുപോയത്. ഇന്നത്തെ അലങ്കാരം നാളത്തെ അലങ്കാരമല്ല. അൽമാലു വൽബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അപ്പൊ അലങ്കാരം എന്നത് അതിൽ മനുഷ്യൻ മനസ്സ് കൊടുത്ത് ശരീരം കൊടുത്ത് ജീവിതം നശിപ്പിക്കുന്നതിനേക്കാൾ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത് ഈ അലങ്കാരങ്ങളിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് ഉണ്ടാവണം. എന്താണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്? അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
എന്താണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാം. ബാഖിയാത്തുസ് സ്വാലിഹാത്ത് നേരത്തെ നബി പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യമാണ്. ഇബ്രാഹിം നബി മുത്തുനബിക്ക് പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യമാണ് അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. അതേതാ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒറ്റ കാര്യം, ഒന്ന് സുബ്ഹാനല്ലാഹ്. ആരംഭ റസൂൽ സുബ്ഹാനല്ലാഹയെ കുറിച്ച് പറഞ്ഞതെന്താ? സുബ്ഹാനല്ലാഹി തംലഉൽ മീസാൻ. മീസാനിനെ നിറക്കുന്ന വാക്കാണ് സുബ്ഹാനല്ലാഹ്. മീസാൻ നിറക്കുന്ന വാക്ക് വെറുതെ പറഞ്ഞതല്ല. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ലോകം മടക്കി ഭരിച്ച ചക്രവർത്തിയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ചില ആയത്തുകളിൽ സൂറത്തുൻ നംലിൽ കാണാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ഒരു കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ജിന്നുകളെ കീഴ്പ്പെടുത്തി കൊടുത്തു, ഭൂതവർഗങ്ങളെ കീഴ്പ്പെടുത്തി കൊടുത്തു. ശക്തരും മല്ലന്മാരുമായ ജിന്നുകളിലെ ഇഫ്രീത്തുമാരെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷിമൃഗാദികളുടെ സംസാരം സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു കേട്ടാൽ ആ ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു ലോകം തന്റെ കാൽ കീഴിലാക്കി കൊടുത്തു. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തു. നമ്മൾ ഇന്ന് കാറ്റിനെ കീഴ്പ്പെടുത്തുന്നതിന്റെ മറ്റൊരു ചേലിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകളാണ്. വിശുദ്ധ ഖുർആൻ സുലൈമാൻ നബിയെ കുറിച്ച് പറയുന്നുണ്ട്, ഗുദുവുഹാ ശഹർ വറവാഹുഹാ ശഹർ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സിംഹാസനത്തിൽ കയറിയിരുന്ന് തന്റെ ഭരണത്തിന്റെ സഹായികളായ കൂട്ടാളികളുടെ കൂടെ സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ കാറ്റിന്റെ അധീനതയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിക്കുമായിരുന്നു. ഒരു മാസത്തെ വഴിദൂരം. സാധാരണ ഒരു വാഹനപ്പുറത്ത്, കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവൻ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരം രാവിലെ പുറപ്പെട്ടാൽ ഉച്ചയ്ക്കു മുന്നേ അവിടെ എത്തിയിട്ട് തിരിച്ചു വരാൻ കാറ്റിന്റെ വേഗതയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോയി വരാനുള്ള കഴിവ് അല്ലാഹു നൽകിയിരുന്നു. നമുക്കും അത് അല്ലാഹു തന്നോണ്ടല്ലേ നമ്മൾ യാത്ര ചെയ്യണത്. ഇപ്പൊ പുറപ്പെട്ടാൽ പുലർച്ചെ ആവുമ്പോത്തിനും നമ്മൾ ദുബായിലെത്തുന്നത്, സൗദിയിലെത്തുന്നത് നമുക്ക് അല്ലാഹു തരുന്ന കഴിവുകളാണ്. അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ കഴിവ് കൊടുത്തിരുന്നു. ഹദീസിൽ കാണാം, ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാമിലേക്കുള്ള യാത്രയിൽ, ആ ഹദീസിൽ അങ്ങനെയാണ്, ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ കാറ്റിൽ സഞ്ചരിക്കാൻ പരിവാരങ്ങൾ സമേതം ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഇന്ത്യയിൽ പ്രവേശിച്ചപ്പോഴാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം സഞ്ചരിച്ചത് വയലിന്റെ മുകളിലൂടെയാണ്. പാടശേഖരത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് പാഠം ഒരു പാടശേഖരത്തിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകനായ മനുഷ്യൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സഞ്ചരിക്കുന്ന കാഴ്ച കണ്ടിട്ട് അതിശയപ്പെട്ടുപോയി. സ്വാഭാവികല്ലേ, ആർക്കും കിട്ടാത്തൊരു കഴിവ് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കിട്ടിയപ്പോ ആ കാഴ്ച കണ്ടിട്ട് കർഷകനായ മനുഷ്യൻ അതിശയിച്ചിട്ട് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്തു വന്നു.
മോശപ്പെട്ട വാക്കൊന്നല്ല. അദ്ദേഹം അതിശയമുള്ള കാഴ്ച കണ്ടിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലഖദ് ഊതീത ആല ദാവൂദ ഖൈറൻ കസീറാ. അതിശയമുണ്ടാകുമ്പോൾ പറയേണ്ട വാക്കാണ് ഏത്? സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? അതിശയങ്ങളൊന്നും അതിശയമല്ല അള്ളാഹിനെ കുറിച്ച് പഠിച്ചാൽ. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച അതിശയങ്ങളൊന്നും അതിശയങ്ങളല്ല. സുബ്ഹാനല്ലാഹ്, ലഖദ് ഊതീത, പടച്ചവനെ നീ നൽകിയിട്ടുണ്ടല്ലോ. ആർക്ക്? ആല ദാവൂദ്, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന്. ആരാ ദാവൂദ് നബി? സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബാപ്പയാണ് ദാവൂദ് നബി അലൈഹിസ്സലാം. ആദ്യം ചക്രവർത്തിയാകുന്നത് ദാവൂദ് നബിയാണ് അലൈഹിസ്സലാം. ദാവൂദ് നബിക്ക് പിൻഗാമിയായിട്ടാണ് സുലൈമാൻ സലാം ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവേ, ദാവൂദ് നബിയുടെ കുടുംബത്തിന് നീ ഖൈറൻ കസീറാ, ധാരാളം ഖൈറുകൾ നൽകിയിട്ടുണ്ടല്ലോ. ഭൗതികമായ സൗകര്യങ്ങൾ നോക്കിയിട്ട് ആ മനുഷ്യൻ പറഞ്ഞ ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ നീ ദാവൂദ് നബിയുടെ കുടുംബത്തിന് നൽകിയിട്ടുണ്ടല്ലോ. അല്ലേ? നമ്മൾ ചില ആളുകളുടെ വീട് കാണുമ്പോ സൗകര്യം കാണുമ്പോ സംവിധാനങ്ങൾ കാണുമ്പോ നമ്മൾ പറയും ഓൻകല്ലാഹു വലിയ ഖൈറാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ സുബ്ഹാനല്ലാഹ് പറയണം, സുബ്ഹാനല്ലാഹി ലഖദ് ഊതീത ആല ദാവൂദ ഖൈറൻ കസീറാ. സുലൈമാൻ നബിയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സുലൈമാൻ നബിക്ക് പക്ഷി മൃഗാദികളുടെ ഭാഷ അല്ലാഹു കേൾപ്പിച്ചു കൊടുത്തിരുന്നു. ചെറുജീവികളുടെ ശബ്ദങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായിരുന്നു. സൂറത്തു നംലിൽ തന്നെ കാണാം, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ പരിവാരങ്ങളോടുകൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് ഉറുമ്പിന്റെ സംസാരം കേട്ടത്. ഉറുമ്പ് തന്റെ റാണി തന്റെ സഹജീവികളായ ഉറുമ്പുകളോടുന്നുണ്ട്, യാ അയ്യുഹൻ നംൽ, അല്ലയോ ഉറുമ്പുകളെ, നിങ്ങളിപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തിറങ്ങരുത്. മനുഷ്യന്മാർക്ക് മാത്രമല്ലല്ലോ ആശയവിനിമയമുള്ളത്, എല്ലാ ജീവജാലങ്ങൾക്കും ആശയവിനിമയമുണ്ട്. ഉറുമ്പിന്റെ സഞ്ചാരം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അവയുടെ ആശയവിനിമയം. അല്ലേ? ഒരു സ്ഥലത്ത് നമ്മളൊരു സ്ഥലത്ത് പഞ്ചാര വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചായന്റെ ഗ്ലാസ് കഴുകാതെ മറന്നിട്ട് അവിടെ വെച്ചു. ഏതോ 3-ാം നിലയിലോ 4-ലാണ് നമ്മൾ വെച്ചത്. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് നോക്കുമ്പോ ഉറുമ്പിന്റെ മഹാസംഗമം അവിടെ കാണാം. എങ്ങനെയാണ് അത് കിട്ടിയത്? ഒരാൾക്ക് കിട്ടി, അവരത് കൈമാറി, അവരങ്ങോട്ടെത്തി. ആശയവിനിമയങ്ങൾ അത്ഭുതകരമാണ്. ആ ആശയവിനിമയം, ഉറുമ്പ് നടത്തുന്ന ആശയവിനിമയം, യാ അയ്യുഹൻ നംലു, അല്ലയോ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളിപ്പം മാളത്തുനിന്ന് പുറത്തിറങ്ങണ്ട. എന്തുകൊണ്ട്? ഈ വഴിയിലൂടെ ഒരു പടക്കൂട്ടം വരുന്നുണ്ട്. ആ പടക്കൂട്ടത്തിന്റെ നേതാവ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാമാണ്. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു, നിങ്ങളിപ്പോ പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ ശരീരങ്ങളിൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുതിരക്കുളമ്പടികൾ, അവരുടെ കാൽപാദങ്ങൾ നിങ്ങളെ ചവിട്ടിമതിച്ച് നിങ്ങൾക്ക് ജീവനാശം സംഭവിക്കും. അതുകൊണ്ട് ഇപ്പൊ പുറത്തിറങ്ങി, നിങ്ങളൊക്കെ തിരിച്ച് മാളത്തിലേക്ക് കയറിക്കോളൂ. ഇത് കേട്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. കേട്ടു എന്ന് പറഞ്ഞാൽ അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു. അതാണ്, അള്ളാഹു കേൾപ്പിച്ചു കൊടുത്തു. കേട്ടപ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം അഹങ്കാരത്തോടെ ചവിട്ടി മതിച്ചു പോകല്ലേ ചെയ്തത്, ഐറ്റങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. ഫതബസ്സമ ലാഹികം മിൻ ഖൗലിഹാ, റാണിയുടെ വർത്തമാനം കേട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം മനോഹരമാം പുഞ്ചിരി തൂകുകയാണ്. പുഞ്ചിരി തൂകിയിട്ട് അവിടെ വെച്ചൊരു പ്രാർത്ഥന നിർവഹിച്ചു സുലൈമാൻ നബി അലൈഹിസ്സലാം. അവിടെ വെച്ചൊരു പ്രാർത്ഥനയും വഖാല, സുലൈമാൻ നബി അലൈഹിസ്സലാം അവിടെ വെച്ച് നടത്തിയ പ്രാർത്ഥന ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. നമുക്കൊക്കെ നടത്താൻ പറ്റിയൊരു പ്രാർത്ഥനയാണത്. റബ്ബി, എന്റെ രക്ഷിതാവേ, ഔസിഇനി, എനിക്ക് നീ തൗഫീഖ് നൽകണമേ. എന്തിന്? അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ.
നമ്മളൊക്കെ ശരിക്ക് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ആരോടൊക്കെ നന്ദി? ആരാണ് നമ്മളെ ഈ കോലത്തിലാക്കിയത് അവരോടൊക്കെ നന്ദി വേണം. എപ്പോഴും ആ നന്ദി ഉണ്ടാവണം. അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, അല്ലാഹുവേ എനിക്ക് നീ ചൊരിഞ്ഞു തന്ന അനുഗ്രഹത്തിൽ നന്ദിയുള്ളവനാകാൻ. എനിക്ക് മാത്രമല്ല, വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും നീ ചൊരിഞ്ഞു കൊടുത്ത അനുഗ്രഹങ്ങളുടെ മേൽ ഞാൻ നന്ദിയുള്ളവനാകാൻ. എൻ്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത അനുഗ്രഹത്തിന്റെ മേൽ എനിക്ക് നന്ദിയുള്ളവനാകാൻ, എനിക്ക് നീ ചെയ്തു തന്ന നിഅമത്തിന്റെ മേൽ എനിക്ക് നന്ദിയുള്ളവനാകാൻ എനിക്ക് നീ തൗഫീഖ് നൽകണം. നന്ദിയുള്ളവനാകുക അല്ലാഹു തരുന്ന ഒരു തൗഫീഖാ. അല്ലാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഈ നന്ദിയുള്ളവനാകുക എന്ന് പറഞ്ഞ പീടിയെന്ന് 1/2 കിലോ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുന്ന സാധനമൊന്നല്ല. നമ്മൾ അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നതാണ്, മുത്തുനബിയുടെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അതാണ് നന്ദിയുള്ളവനാകൾ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തീർന്നില്ല. വഅൻ അഅമല സാലിഹൻ, പടച്ചോനെ നീ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള സൽക്കർമ്മം എനിക്ക് ചെയ്യാനും, നീ തൃപ്തിപ്പെടുന്ന രീതിയിലുള്ള സൽക്കർമ്മം എനിക്ക് ചെയ്യാൻ. തീർന്നില്ല. വദ്ഖിൽനീ, അല്ലാഹുവേ എന്നെ നീ പ്രവേശിപ്പിക്കണമേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യ കൃപാ കടാക്ഷം കൊണ്ട് എന്നെ നീ പ്രവേശിപ്പിക്കണമേ. എങ്ങോട്ട്? ഫീ ഇബാദി സാലിഹീൻ, നിന്റെ സജ്ജനങ്ങളായ അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെയും പ്രവേശിപ്പിക്കണമേ. ആരാ ദ്വാരക്കണത്? സജ്ജനങ്ങളിൽ ചേർക്കാൻ ആരാ ദ്വാരക്കണത്? അള്ളാഹുവിന്റെ ഒരു പ്രവാചകൻ. ഒരു പ്രവാചകൻ എന്നെ നീ സജ്ജനങ്ങളിൽ ചേർക്കണമേ എന്ന് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ദ്വാരക്കണം? നമ്മൾ എന്തിനാണ് ഈ മജ്ലിസുന്നൂറിൽ വന്നിരിക്കുന്നത്? സജ്ജനങ്ങളിൽ ചേരാൻ അല്ലേ? നമ്മൾ ആദ്യം നടത്തിയ പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സജ്ജനങ്ങളിൽ ചേരാനുള്ള പ്രാർത്ഥനയാണ്. ഒരു നബി എന്നെ നീ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്ന് അള്ളാഹുവിനോട് ദ്വാരന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നടത്തേണ്ട പ്രാർത്ഥനയാണത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇരിക്കട്ടെ, ഒരു ഉറുമ്പിന്റെ സംസാരം കേട്ടിട്ട് അള്ളാഹുവിനോട് ദ്വാരന്ന് നന്ദി അർപ്പിക്കാൻ എനിക്ക് തൗഫീഖ് കിട്ടാൻ പ്രാർത്ഥന നടത്തിയ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ് മുഅ്മിനീങ്ങളെ. കാരണം കയ്യിൽ കുറച്ച് പൈസ വരുമ്പോഴേക്ക് നിലമറന്ന് തുള്ളിച്ചാടുന്ന നമ്മൾ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലേ? കയ്യിൽ ഒരൽപ്പം ആഹാരം കിട്ടുമ്പോ, സമ്പത്ത് കിട്ടുമ്പോ, സൗകര്യങ്ങൾ കിട്ടുമ്പോ അള്ളാനെ ധിക്കരിക്കുന്ന നമുക്ക് മാതൃകയാണ് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. അവിടെ ദ്വാരുന്നു. മുമ്പിന്റെ സംസാരം കേട്ടപ്പോ അവിടെ വെച്ച് ദ്വാരുന്നു. ഇവനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നത്. വയലിൽ കൃഷി ചെയ്തിരുന്ന കർഷകനായ മനുഷ്യൻ സുലൈമാൻ നബിയുടെ പരിവാര സമേതം കാറ്റത്ത് യാത്ര ചെയ്യുന്ന കാഴ്ച കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടു സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹ് കേൾപ്പിച്ചു കൊടുത്തു. കാറ്റിനോട് സ്വസ്ഥമായൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ, നിർത്താൻ ആവശ്യപ്പെട്ടു. കാറ്റ് ഒരു സ്ഥലത്ത് നിർത്തിക്കൊടുക്കുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പതുക്കെ നടന്നു ചെന്നു കൃഷിപ്പണി ചെയ്യുന്ന ആ മനുഷ്യന്റെ അടുത്തേക്ക് പതുക്കെ കടന്നു ചെന്നു. അദ്ദേഹം ആകെ വിറക്കുന്നുണ്ടായിരുന്നു. കാരണം ശക്തിയാണ്, ഛത്രാധിപതിയാണ് തന്റെ മുന്നിലേക്ക് വരുന്നത്. നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ഒന്നുകൂടി എന്നോട് പറയുമോ? നിങ്ങളിപ്പോ പറഞ്ഞില്ലേ ഒരു കാര്യം, അതെന്താണെന്ന് ഒന്നുകൂടി നിങ്ങൾ പറയുമോ? ആ മനുഷ്യൻ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ മോശപ്പെട്ടതൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ് ലഖദ് ഊതീത ആല ദാവൂദ ഖൈറൻ കസീറാ. അല്ലാഹുവേ, ദാവൂദ് നബിയുടെ കുടുംബത്തിന് നീ ഒരുപാട് ഖൈറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. ഉടനെ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം ആ കർഷകനായ മൂമിനായ മനുഷ്യനോട് പറയുന്നുണ്ട്, അല്ലയോ സുഹൃത്തെ, പൊന്നു സഹോദര,
നിങ്ങളോട് ദേഷ്യപ്പെടാനല്ല ഞാൻ വന്നത്, മറിച്ച് നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനാണ് ഞാൻ വന്നത്. നിങ്ങളാ പറഞ്ഞ വാക്കുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഞാൻ ഈ സൗകര്യത്തിൽ സഞ്ചരിക്കുന്ന കാഴ്ച കണ്ടിട്ട് നിങ്ങളാ പറഞ്ഞ വാക്കുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഖൈറും മിമ്മാ ഊതിയ ആല ദാവൂദ്, ദാവൂദ് നബിയുടെ കുടുംബത്തിന് അല്ലാഹ് കൊടുത്ത ഭൗതിക സൗകര്യങ്ങൾ എത്രയുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ മുകളിൽ ഉത്തമമായ വാക്കാണ് നിങ്ങളാ പറഞ്ഞ വാക്ക്, സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് എത്ര സൗകര്യം, ഭൗതികമായ സൗകര്യം അല്ലാഹ് തന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ മുകളിൽ കവച്ച് നിൽക്കുന്ന, അതിനെയൊക്കെ മറികടക്കുന്ന ഏറ്റവും വലിയ വാക്കാണ് സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ദരിദ്രനായിരിക്കാം, നിങ്ങൾ സാധാരണക്കാരനായിരിക്കാം, നിങ്ങളൊരു സാധാരണ മനുഷ്യനായിരിക്കാം, ഒരു സാധുവായിരിക്കാം, പക്ഷേ നിങ്ങളുടെ അധരങ്ങളിൽ നിങ്ങൾ ചൊല്ലിയ വാക്കുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഞങ്ങൾക്ക് കിട്ടിയ സൗകര്യങ്ങളെക്കാളൊക്കെ വലുതാണ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളിൽ സങ്കടപ്പെടേണ്ടതില്ല, ദാരിദ്ര്യത്തിന്റെ കൈപ്പുനീരിൽ സങ്കടപ്പെടേണ്ടതില്ല, രോഗഗ്രസ്തമായ അവസ്ഥയിൽ വിഷമിക്കേണ്ടതില്ല. നാവുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള ഈമാൻ അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ടോ? ഉറക്കെ ഉറക്കെ അല്ലാഹുവിനോട് നന്ദിയുള്ളവരാകാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെയാണ് ഒരു സത്യവിശ്വാസിയുടെ വിജയം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നൊരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് കുറച്ച് സ്വഹാബികൾ കടന്നു വന്നു. ആ സ്വഹാബികൾക്കൊരു പ്രത്യേകതയുണ്ട്, അവരൊക്കെ ഫുഖറാക്കളാണ്, ദരിദ്രന്മാരായ സ്വഹാബികളാണ്. സ്വഹാബികളിൽ വ്യത്യസ്ത കോലത്തിലുള്ള ആളുകളുണ്ട്, അഥവാ ധനികരായ സ്വഹാബികളുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവരെ പോലെ റളിയല്ലാഹു അൻ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവരെ പോലെ റളിയല്ലാഹു അൻ, ഇബ്നു അബീ വഖാസ് എന്നവരെ പോലെ റളിയല്ലാഹു അൻ, അബൂബക്കർ ഇബ്നു അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിനെ പോലെ സമ്പന്നരായ ഒരുപാട് സ്വഹാബികളുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ദരിദ്രരായ സ്വഹാബികളുമുണ്ട്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അങ്ങനെ ഒരുപാട്, സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലെ ദരിദ്രരായ സ്വഹാബികൾ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബ കൂട്ടത്തിലുണ്ട്. ദരിദ്രരായ സ്വഹാബികൾ മുത്തുനബിയുടെ അടുത്തേക്ക് ഒരിക്കൽ വന്നു. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോടൊരു പരാതി പറഞ്ഞു. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ആ പരാതി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന പരാതി എന്താണ്, അവര് പറയുന്ന പരാതി എന്താണ്, ഒന്ന് കേട്ടു നോക്കാം. അള്ളാന്റെ റസൂലേ, ഞങ്ങൾക്ക് പരാതിയുണ്ട് മുത്തുനബിയെ. എന്താണ് പരാതി? അല്ലാഹുവിന്റെ റസൂലേ, സമ്പന്നരായ ആളുകൾ മുത്തുനബിയെ അവർ കൊണ്ടുപോയി നബിയെ. എന്താണ് കൊണ്ടുപോയത്? ബിൽ ഉജൂർ, സമ്പന്നരായ ആളുകൾ കൊണ്ടുപോയത് പ്രതിഫലങ്ങളാണ്. അപ്പൊ ആരെക്കുറിച്ചാ പരാതി? സമ്പന്നരെ കുറിച്ച്. എന്താണ് പരാതി? സമ്പന്നര് കൂലി ഉണ്ടോ? എന്താണ് നബിയെ? സമ്പന്നരായ ആളുകൾ കൂലി കൊണ്ടുപോകുന്നത്. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, യുസല്ലൂന കമാ നുസല്ലി. ദരിദ്രരായ സ്വഹാബികൾ സമ്പന്നരായ അവരെ സുഹൃത്തുക്കളായ അവരെ കൂട്ടത്തിലുള്ള സമ്പന്നരായ സ്വഹാബികളെ കുറിച്ച് ദരിദ്രരായ സ്വഹാബികൾ പരാതി പറയാണ്. എന്താ പരാതി? യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ പോലെ സമ്പന്നരും നിസ്കരിക്കുന്നുണ്ട് നബിയെ. 2, വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ സമ്പന്നരും നോമ്പെടുക്കുന്നുണ്ട് നബിയെ. 3, വയതസദ്ദഖൂന ബിഫുളൂലി അംവാലിഹിം, ഞങ്ങൾക്ക് പറ്റാത്ത ഒന്ന് അവരിന്നുണ്ട്, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കുന്നുണ്ട്.
ഞങ്ങൾക്കത് പറ്റുന്നില്ല നബിയെ, സമ്പത്തില്ലാത്തതുകൊണ്ട്. അവരുടെ സമ്പത്തിൽ നിന്ന് മിച്ചമുള്ളതിൽ നിന്ന് അവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് നബിയെ. ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് ആ കൂലി കിട്ടുന്നില്ല നബിയെ. എന്താണ് ആ പരാതിയുടെ ഒക്കെ ഒരു ലെവല്? നബിയെ ആക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഞങ്ങളും നോമ്പെടുക്കുന്നു, പക്ഷേ ഞങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് സ്വതക കൊടുക്കാൻ വയ്യ നബിയെ. അവർ സ്വതക കൊടുക്കുന്നു നബിയെ. അല്ലാഹുവിന്റെ റസൂൽ ആ പരാതിയുമായി വന്ന സ്വഹാബത്തിനോട് പറയുന്നുണ്ട്, സ്വഹാബാ അവലൈസ ഖദ് ജഅലല്ലാഹു ലക്കും മാ തഖൂൻ. അപ്പോൾ നിങ്ങളെ പരാതി എന്താ? നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റുന്നില്ല എന്നതല്ലേ? നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാനുള്ള ചാൻസ് ഞാൻ ഉണ്ടാക്കി തന്നാ മതിയോ? നബി അള്ളാന്റെ റസൂൽ ആ സ്വഹാബികളോട് പറയുകയാണ്, നിങ്ങൾക്ക് സ്വതക്കയുണ്ട്. ഇന്നലക്കും ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക. ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഇന്നലക്കും നിങ്ങൾക്ക് ബികുല്ലി തസ്ബീഹത്തിൻ സ്വതക, നിങ്ങളൊരു സുബ്ഹാനല്ലാഹ് സ്വതകയാണ്. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും ബാങ്കിൽ പോയിട്ട് ATM മെഷീനിൽ ആ കാർഡ് ഇട്ടിട്ട് വലിച്ചു കിടക്കണോ? അത് വേണ്ട. അല്ലാഹ് തന്ന നാവ് കൊണ്ട് പറഞ്ഞാൽ മതി സുബ്ഹാനല്ലാഹ്. സമ്പന്നരെ കവച്ചു വെക്കുന്ന സ്വതക്കയാണത്. സമ്പന്നരെ കവച്ചു വെക്കുന്ന, സമ്പത്തിനെ കവച്ചു വെക്കുന്ന സ്വതക്കയാണത്. നിങ്ങൾ പറയുന്ന സുബ്ഹാനല്ലാഹ് സ്വതക്കയാണ്. വകുല്ലു തക്ബീറത്തിൻ സ്വതക, നിങ്ങൾ പറയുന്ന അല്ലാഹു അക്ബർ സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക, നിങ്ങൾ പറയുന്ന ഹംദുലില്ലാഹ് സ്വതക്കയാണ്. വകുല്ലു തഹ്ലീലത്തിൻ സ്വതക, നിങ്ങൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വതക്കയാണ്. 100 റുപ്യ കൊടുത്താൽ മാത്രമല്ല സ്വതക്കയുണ്ടാകുന്നത്, 1000 കൊടുത്താൽ മാത്രമല്ല സ്വതക്കയുണ്ടാകുന്നത്. എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. മദ്രസയുടെ പരിപാടി വെച്ചു, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. പള്ളിയുടെ പരിപാടി വെച്ചു, എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അല്ലാഹ് സമ്പത്ത് തന്നിട്ടില്ലെങ്കിലും അല്ലാഹ് നാവ് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അത് സ്വതക്കയാണ്. അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ അത് സ്വതക്കയാണ്. അല്ലാഹു അക്ബർ പറഞ്ഞാൽ അത് സ്വതക്കയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം, ളുഹർ നിസ്കാരത്തിന്റെ ശേഷം, അസറിന്റെ ശേഷം, മഗ്രിബിന്റെ ശേഷം, ഇശാഇന്റെ ശേഷം നമ്മൾ 33 തവണ സുബ്ഹാന, 33 തവണ അൽഹംദുലില്ലാഹ്, 33 തവണ അല്ലാഹു അക്ബർ. അതിനെ പൂർത്തീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഒരു വഖത്തിൽ 100 തവണ, 2 വഖത്ത്, 4 വഖത്ത്, 5 വഖത്ത്, ഒരു ദിവസം 500, ഒന്നിന് 10, 5 × 10 5000. ഒറ്റ ദിവസം 5000 സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നിസ്കാരത്തിന്റെ ശേഷം മാത്രം നമുക്ക് കിട്ടുന്നത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 തവണ പറയുന്നു, വീണ്ടും 10 തവണ, വീണ്ടും 10 തവണ, വീണ്ടും 10 തവണ, 50. ഇവിടെയും അല്ലാഹു ഒരുപാട് പ്രതിഫലങ്ങളാണ്, ദാനങ്ങളാണ് നൽകുന്നത്. തീർന്നില്ല. വഅംറും ബിൽ മഅറൂഫി സ്വദഖ. നിങ്ങളുടെ മകൻ, നിങ്ങളുടെ കൊച്ചുമകൻ, നിങ്ങളുടെ മകൾ, നിങ്ങളുടെ കൊച്ചുമകൾ ഒരു തെറ്റ് ചെയ്തു, മോനെ മകളെ ചെയ്യരുത്, അല്ലെങ്കിൽ ചെയ്തില്ല മകനെ മകളെ അത് ചെയ്യൂ. ഒരു നന്മ കൽപ്പിച്ചാൽ സ്വദഖയാണ്, തിന്മ വിരോധിച്ചാൽ സ്വദഖയാണ്. അംറും ബിൽ മഅറൂഫി സ്വദഖ. നിസ്കരിക്ക് മകനെ, സ്വദഖയാണ്.
മകനെ, അത് കാണരുതു മകനെ, സ്വദഖയാണ്. അംറും ബിൽ മഅറൂഫി സ്വദഖ വനഹിയുൻ അനിൽ മുൻകരി സ്വദഖ. പറഞ്ഞ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞു. ശ്രദ്ധിക്കണം മുഅ്മിനീങ്ങളെ, വഫീ ബുദ്ഇ അഹദികും സ്വദഖ. നിങ്ങളുടെ സ്വകാര്യ അവയവങ്ങളിൽ വരെ നിങ്ങൾക്ക് സ്വദഖയുണ്ട്. സ്വകാര്യ അവയവങ്ങളിൽ സ്വദഖയോ? അല്ലാഹുവിന്റെ റസൂലേ, അയഅതി അഹദുനാ ശഹവത. ഞങ്ങളുടെ ശാരീരിക വികാരങ്ങൾ ഞങ്ങൾ കല്യാണം കഴിച്ച ഞങ്ങളുടെ ഭാര്യമാരിൽ ഉപയോഗപ്പെടുത്തുന്നവർക്ക് സ്വദഖയോ? സ്വഹാബത്തിന് സംശയം തീർന്നില്ല. ആരംഭ റസൂൽ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ അറഅയ്തും, എങ്കിൽ തിരിച്ചൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലൗ വലഅഹാ ഫീ ഹറാം, നിങ്ങളാ ശാരീരിക വികാരങ്ങളെ ഹറാമായ രീതിയിലാണ് ഉപയോഗപ്പെടുത്തിയതെങ്കിൽ, ആയ രീതിയിലാണ് ശാരീരിക വികാരത്തെ ഉപയോഗപ്പെടുത്തിയതെങ്കിൽ, അക്കാന അലൈഹി വിസ്ർ, അവൻക്ക് കുറ്റം ലഭിക്കുമോ? കുറ്റം ലഭിക്കുമോ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, കുറ്റം ലഭിക്കും, ഉറപ്പാണ്. എങ്കിൽ ഫകദാലിക ഇൻ ഇദാ വലഅഹാ ഫീ ഹലാൽ കാന ലഹു അജ്ർ. അല്ലാഹു അനുവദിച്ച ഹലാലിലാണ് നിങ്ങളുടെ ശാരീരികാരങ്ങളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിയതെങ്കിൽ അവൻക്കതിൽ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ഈ ജീവിതത്തിൽ നമുക്ക് നിലനിന്ന് കിട്ടേണ്ട സൽക്കർമ്മങ്ങൾ ആണെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കിട്ടുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനോട് ചേർത്ത് നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്റാണ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ലാ ഹൗല വലാ ഖുവ എന്ന ദിക്റിനെ കുറിച്ച് മുത്തുനബി പറഞ്ഞതെന്താണെന്നറിയോ? കൻസും മിൻ കുനൂസ് ജന്ന, സ്വർഗ്ഗത്തിന്റെ നിധികുംഭങ്ങളിൽ പെട്ടൊരു നിധിയാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ നിധി നഷ്ടപ്പെടുത്തരുതേ. അല്ലാഹു നമുക്ക് നൽകിയ ദുനിയാവിലെ അവസരങ്ങൾ മാത്രമാണ് നമുക്കിതിനായി ചെലവഴിക്കാനുള്ളത്. മരണം പടികടന്നെത്തിയാൽ ഖബറിൽ വെക്കപ്പെട്ടാൽ ആ നിമിഷം മനുഷ്യന് ബോധ്യപ്പെടും സുബ്ഹാനല്ലാഹയുടെ വിലയെന്ത്, ഒരു റക്അത്തിന്റെ വിലയെന്ത്, അൽഹംദുലില്ലയുടെ വിലയെന്ത് എന്ന് ഖബറിൽ കിടന്നാലേ ബോധ്യപ്പെടൂ. അതിനാണ് നേരത്തെ കാലക്കൂട്ടി ഓർമ്മപ്പെടുത്തുന്നത്. സമയങ്ങൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല, ഉപയോഗപ്പെടുത്താനുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറിന്റെ അഹിലുകാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മഹത്തുക്കളായ അസ്ഹാബുൽ ബദറിന്റെ മാതൃക പിൻപറ്റി ജീവിക്കാൻ, ഈമാനിൽ അടിയുറച്ചു നിന്ന് തൗഹീദിന് വേണ്ടി പടപൊരുതി അല്ലാഹുവിന്റെ വിശുദ്ധ സംരക്ഷകരായ ആ മഹത്തുക്കളുടെ പാത പിൻപറ്റാൻ പടച്ചറബ് നമുക്കും തൗഫീഖ് നൽകട്ടെ. അനാവശ്യങ്ങളിൽ സമയങ്ങൾ വിനിയോഗിക്കുന്നതിൽ റബ്ബ് നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. കല്ലും തിരുത്തി കദിയാമു, അതുപോലെ കിരിയാട്ടിൽ നബീസു എന്നവരുടെ പരലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് റാഹത്തും സന്തോഷവും സമാധാനം ചെയ്യട്ടെ. ഈ മജ്ലിസിന്റെ സന്തോഷം അല്ലാഹുവിന്റെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇന്നത്തെ മജ്ലിസിലേക്ക് ഭക്ഷണം നൽകിയ സഹോദരനുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സദഖ ഖബൂൽ ചെയ്യട്ടെ. അവരിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അല്ലാഹു അതിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്
ബക്കറ്റ് നിങ്ങളുടെ അടുത്തുകൂടെ വരും. നിങ്ങളതിലേക്ക് കാര്യമായി സംഭാവനകൾ ചെയ്യുക. അള്ളാഹു ഈ മജ്ലിസ് ദുആയിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. ഭക്ഷണം നിങ്ങളുടെ അടുത്തേക്കെത്തും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സദഖ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد صلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات. اللهم إنا نتوسل إليك باسمك العظيم وبجاه نبيك الكريم وبالشهداء البدريين وبسائر الصحابة أجمعين. كفر عنا الذنوب وتستر العيوب وتحسن الأخلاق وتوسع الأرزاق وتشفي الأسقام وتعافي الآلام وأن تدفع عنا وعن أهل بلدنا وبيتنا وبيوتنا هذا الصم الناقع والداء القامع والوباء القاطع إنك مجيب سميع وأن تصرف عنا الطاعون والبلاء. اللهم نور بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشغل بالاعتبار أفكارنا. اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمالنا. اللهم لا تؤاخذنا بسوء أفعالنا ولا تهلكنا بخطايانا. اللهم إنا نسألك أن تعيذنا من عذاب القبر وتؤمننا من الفزع الأكبر وتنجينا عن دار البوار وتسكننا الفردوس من دار القرار بحق نبينا محمد صلى الله عليه وسلم وآله الأبرار وأصحاب خيار واعف عنا يا غفار. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മജ്ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്തിനെ ഞങ്ങൾക്ക് ജീവിതത്തിലുടനീളം നിലനിർത്തി തരണേ അല്ലാഹ്. മഹത്തുക്കളായ അസ്ഹാബുൽ ബദറിന്റെ മദദ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്തമാനുയായികളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അസ്ഹാബുൽ ബദറിന്റെ മാതൃക പിൻപറ്റി ജീവിക്കാൻ
റബ്ബേ ഞങ്ങൾക്ക് തൗഫീഖിനെ തരണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഇണകൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. കൂട്ടുകുടുംബക്ക് പൊറുക്കണേ അല്ലാ. ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ച മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. മരണപ്പെട്ടവർക്ക് അവരുടെ ഖബർ ജീവിതം റാഹത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് പലരും ഖബറിലാണ്. ഈ മജ്ലിസിന്റെ സവാബിനെ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്ലിസിൽ വെച്ച് മരണപ്പെട്ടു പോയ 2 സഹോദരിമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അല്ലാഹുവേ അവരിലേക്ക് ഇതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ടവർക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്താൽ ഭക്ഷണം വിതരണം ചെയ്തു. അല്ലാഹുവേ ആർക്കു വേണ്ടിയാണോ ഉദ്ദേശിച്ചത് അവരിലേക്ക് അതിന്റെ സവാബിനെ എത്തിക്കണേ അല്ലാ. പടച്ചവനെ വലിയ പ്രതിഫലം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ മരണവും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഞങ്ങളെ കാക്കണേ അല്ലാ. മുസീബാത്തുകളിൽ അകപ്പെടാതെ ഞങ്ങളെ കാക്കണേ അല്ലാ. ശർറുകളെ തട്ടി മാറ്റി തരണേ അല്ലാ. ഖൈർ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. തടസ്സങ്ങൾ നീക്കിത്തരണേ അല്ലാ. ഞങ്ങളെ മക്കള് പേരക്കുട്ടികളെയൊക്കെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. പഠിക്കുന്ന മക്കളുണ്ട് റബ്ബേ, തൻ്റെ ഇടവും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും എല്ലാവിധ വിജയവും നൽകണേ അല്ലാ. 2 ലോകത്തെയും വിജയികളിൽ കൺകുളിർമയുള്ളവരിൽ അവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്നവരുണ്ട്, ഖൈറായ നൽകി അനുഗ്രഹിക്കല്ലാ. വിവാഹപ്രായമെത്തിയ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്. അല്ലാഹുവേ യോജിച്ച വിവാഹ ബന്ധങ്ങൾ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഭദ്രമായ കുടുംബജീവിതം നൽകണേ അല്ലാ. റബ്ബേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. തന്ന മക്കളിൽ സ്വലാഹിയത്ത് നൽകണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ ഖൈറായ ഭവനം നൽകണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നാഥാ വീട്ടാനുള്ള വഴി തരണേ അല്ലാ. ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബറക്കത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നാട്ടിലും വിദേശത്തുമായി പലവിധ ഏർപ്പാടുകളിൽ ഞങ്ങളെ പ്രിയപ്പെട്ടവരും മുഴുകിയിട്ടുണ്ട്, നാദാ കൊടുക്കണേ അല്ലാ. സന്തോഷം സമാധാനം നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ തമ്പുരാനെ ഗർഭിണികളായ സഹോദരിമാരുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. വിഷമങ്ങൾ അകറ്റിക്കൊടുക്കണേ അല്ലാ. പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഈ മജ്ലിസിലുണ്ട്. ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് അല്ലാ. മരണം വരെ കേടുപാടുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ ഷുഗർ സംബന്ധമായ, കൊളസ്ട്രോൾ സംബന്ധമായ, പ്രഷർ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. അപസ്മാര രോഗങ്ങളിൽ നിന്ന്, മാനസിക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഹൃദയ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഉദര സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് അല്ലാ. പനികളിൽ നിന്ന്, അലർജികളിൽ നിന്ന് കാക്കണേ അല്ലാ. പടച്ചവനെ തൈറോയിഡുമായി ബന്ധപ്പെട്ട മറ്റു ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ക്യാൻസറുമായി ബന്ധപ്പെട്ട രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. റബ്ബേ കിഡ്നി രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നിന്റെ മഹളായ ഫളല് കൊണ്ട് രക്ഷ നൽകണേ അല്ലാ. ഡയാലിസ് ചെയ്യുന്ന രോഗികളെ ശിഫ നൽകണേ അല്ലാ. കീമോ ചികിത്സയിലുള്ള രോഗികളുണ്ട്, റബ്ബേ ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ സമ്പത്തും ഞങ്ങളെ ശരീരവും കാർന്ന് തിന്ന് നശിപ്പിക്കുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളെ പ്രിയപ്പെട്ടവരെയും രക്ഷപ്പെടുത്തണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ.
അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളെ വാഹനങ്ങളെ ശരീരങ്ങളെയും നിന്റെ ഖൈറായ സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. മഞ്ഞപ്പിത്തമുള്ള പ്രയാസകരമായ രോഗാവസ്ഥകളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് മരണം വരെ നിലനിർത്തി തരണേ അല്ലാ. വഷളത്തരത്തിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. ദുനിയാവിലോ അതിലോ ആളുകളുടെ മുന്നിൽ ഞങ്ങൾ കാരണത്താലോ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാരണത്താലോ വഷളത്തരങ്ങളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാക്കണേ അല്ലാ. അഭിമാനത്തിൽ, അന്തസ്സിൽ ദുനിയാവിലും ആഖിറത്തിലും യഥാർത്ഥ മുഅ്മിനായി ജീവിക്കാനും മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ ലോകത്തോട് വിട്ടുപിരിയാൻ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാ. അതിനീ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഇവിടെ നടത്തിയ ഓരോ പരിപാടിയും നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ നാട്ടിൽ, ഈ മഹല്ലത്തിൽ നിന്റെ ഖൈറിന്റെ വാതിൽ തുറക്കണേ അല്ലാ. ഷർറിനെ അകറ്റിത്തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ ദുആഇനെ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين 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 بأنواع رحمتك يا أرحم الراحمين. ആരിലും അമൃതം നബി ത്വഹയാണ് പൂവനം, ആഗ്രഹം തിരുറൗളയാണ് കനിയണം യാ സയ്യിദി. ആരിലും അഭയാമൃതം തിരു ത്വഹയാണ് പൂവനം, ആഗ്രഹം തിരുറൗളയാണ് കനിയണം യാ സയ്യിദി. കാലമേറെ ദൂരെയാണ് പതികനിന്നാശങ്കയാ, കാത്തിരുന്ന നാള് വന്ന് പുണ്യഭൂവിയിലെത്തുവാൻ. അല്ലാ 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 അല്ലാ. ത്വൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാഅ വാജബ ശുക്റു അലൈന മാ ദഅ ലില്ലാഹി ദാഅ. അല്ലാ 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 अल्लाह अल्लाह. तेरी नस्लेक में है बच्चा बच्चा नूर का, तेरी नस्ले पाक में है बच्चा बच्चा नूर का. तू है आईने नूर तेरा सब घराना नूर का. अल्लाह 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 अल्लाह. ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाह ला इलाहा इल्लल्लाह मुहम्मदु റസൂലുള്ളാഹ്. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ എഴുന്നേറ്റ് വന്ന് സാധാരണ ചെയ്യുന്നത് പോലെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ കയ്യിൽ ഈ സ്വലാത്തിലേക്ക്, ഈ മജ്ലിസിലേക്ക് നേർച്ചയാക്കി കൊണ്ടുവന്ന സംഖ്യകൾ, സംഭാവനകൾ ഇവിടെ ഏൽപ്പിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ഈ മജ്ലിസിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ